വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല സ്പൈസി തിരുതക്കറി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഗ്രൈൻഡ് ചെയ്ത് ആ തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക ആദ്യം തന്നെ. പിന്നെ വേണ്ടത് 1/2 കിലോ തിരുതയാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തിരുതയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ ഒരു പിടി കറിവേപ്പില. പിന്നെ നമ്മുടെ പുളിക്കനുസരിച്ച് ഒരു 3-4 കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. പിന്നെ നമ്മൾ കറിച്ചട്ടി എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ സ്പൈസി ലെവൽ. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടുക. കാശ്മീരി ചില്ലിക്ക് നോർമലി എരിവ് കുറവാണല്ലോ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു അരമുറി തേങ്ങ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. പിന്നെ 3-4 കഷ്ണം നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക്, ഈ ഒരു ചാറിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ തിരുതെടുത്ത് ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. ഇതൊരു 1/2 കിലോ തിരുതയുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള കണക്കാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എമൗണ്ട് ജസ്റ്റ് ഡബിൾ ആക്കുക. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ചാറിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ലെവൽ ഏത് സമയത്ത് വേണമെങ്കിലും കൂട്ടി കൊടുക്കാമല്ലോ. കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു തിള വരട്ടെ. അത്രയും നേരം നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സിമ്മിലിട്ടിട്ട് 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂണും കൊണ്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. എന്നിട്ട് ആ സമയത്ത് നമ്മൾ താളിക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വയ്ക്കുക. ഇവിടെ ഒരു 10-12 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കുക. ചീനിച്ചട്ടി ചൂടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കരുത്. എന്നാൽ അതിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എടുത്തിടുക, വേപ്പില ഇടുക, നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ വഴറ്റുന്ന സമയം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അവിടെ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട് ഉള്ളി. ഇനി നമ്മളത് മീൻകറിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പം ഇനി നമ്മളൊന്ന് 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചേക്കുക. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കറിയിലൊക്കെ ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുതക്കറി കിട്ടും നമുക്ക്. അപ്പം ഇത് അടച്ചു വെച്ചു. അപ്പോൾ തിരുതക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് തിരുതക്കറി. അപ്പം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.